ഈ ശരി, ഞാൻ ഇംതിയാസിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. ഇംതിയാസ്, ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ ആദ്യം പുകയുരുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ നിന്നുള്ള ജീവനക്കാരും അവിടെ കടയിലേക്ക് വന്ന ഉപഭോക്താക്കളും ഒക്കെ അവിടെ നിന്ന് മാറിയത്. പക്ഷെ പെട്ടെന്ന് ഫയർ വലിയ തോതിൽ തീപിടുത്തമുണ്ടാവുകയാണ്. എങ്ങനെയാണ് അത്രയും തിരക്കുള്ള വ്യാപാര കേന്ദ്രത്തിന് സമീപത്തു നിന്നും ഈ കെട്ടിടത്തിന്റെ സമീപത്തു നിന്നും ഒക്കെ ഇത്ര ഫലപ്രദമായി ആളുകളെ ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരു എഫേർട്ട് ഉണ്ടായത്? ചെയ്തത് ഈ പുക ഉയരുന്നത് കണ്ട ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇവിടെ കൂടിയിരുന്ന മറ്റു ജനങ്ങൾ എല്ലാവരും ഈ ടെക്സ്റ്റൈൽസിനകത്തേക്ക് കയറിക്കൊണ്ട് ആളുകളോട് ഓടി രക്ഷപ്പെടാൻ പറയുകയായിരുന്നു. ഏകദേശം ഈ പുക ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് കറുത്ത പുക ഉയരുന്ന സമയത്ത് തന്നെ ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 5:06 കൃത്യം സമയം പറഞ്ഞാൽ ഏകദേശം 5:06 സമയത്താണ് ഇവിടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഒരു ഭാഗത്ത് തീപിടുത്തം ഉണ്ടാവുന്നത്. പിന്നീട് ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ആദ്യ ഫയർഫോഴ്സ് സംഘം, ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന ഒരു ആരോപണം നാട്ടുകാർ പല തവണയായിട്ട് ആരോപിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് 4, 5, 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. ഒടുവിൽ എയർപോർട്ടിൽ നിന്ന് അധിക യൂണിറ്റ് എത്തി. അത് കുറച്ചുകൂടെ വലിയ രീതിയിൽ ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന യൂണിറ്റാണ്. അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ തീ അണക്കാൻ ശ്രമം നടത്തിയിട്ടും ഒരു ഭാഗം തീ അണയുമ്പോൾ പിന്നീട് വീണ്ടും അടുത്ത ഭാഗം കെട്ടിടത്തിന്റെ തന്നെ തൊട്ടടുത്ത ഭാഗത്ത് വീണ്ടും തീ ഉയരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വേറൊരു പ്രതിസന്ധി, ഒരു യൂണിറ്റിലെ വെള്ളം കഴിയുന്ന സമയത്ത് ആ യൂണിറ്റ് പോയി വീണ്ടും വെള്ളം നിറച്ചു വരണം. ഏകദേശം കുറഞ്ഞ സമയം ഒരു പക്ഷേ വെള്ളം അടിക്കാൻ പോലും ഇപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിന് അകത്ത് നിന്ന് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നില്ല. കാരണം ഈ വാഹനങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത യൂണിറ്റ് വെള്ളം നിറച്ച് ഇങ്ങോട്ടേക്ക് എത്തണം. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. ഏകദേശം ഈ ബിൽഡിങ്ങിന്റെ സെന്റർ നടുഭാഗത്തായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തീ പിടിച്ചത്. പിന്നീട് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തീ പടർന്നുകൊണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായി മാറുകയും ചെയ്തു. തൊട്ടപ്പുറത്ത് റൗണ്ട് ഷേപ്പിലുള്ള മറ്റൊരു കെട്ടിട സമുച്ചയം കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ അതിനകത്തുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഈ തീ അങ്ങോട്ടേക്ക് പടർന്ന് ആ ഫ്ലെക്സിലേക്ക് പടരുകയാണെങ്കിൽ അവിടെയും വലിയൊരു അപകട സാധ്യതയുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് അപകടം വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തീയണക്കാനുള്ള ശ്രമം നടത്തുന്നു. വലിയ രീതിയിൽ പുക ഉയരുന്നു. കുറെ നേരം പുക ഉയർന്ന് തീയൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും കെട്ടിടത്തിന്റെ അകത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള തീനാളം വരുന്നു. അത് ശരിയാണ് ഇംതിയാസ്, ഇടയ്ക്ക് ആ തീ ഒന്ന് അടങ്ങുന്നു എന്നൊരു തോന്നലുണ്ടായി. പക്ഷെ പിന്നീടും ഇത് ആളിപ്പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് നേരത്തെ രാഹുൽ എണ്ണി പറയുന്നുണ്ടായിരുന്നു 6 ഫയർ എഞ്ചിനുകൾ അവിടെ തന്നെയുണ്ട്, ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെയുണ്ട്. മറുവശത്തും സ്വാഭാവികമുണ്ടാകും. നേരത്തെ അധികൃതർ പറഞ്ഞത് 8 ഫയർ യൂണിറ്റുകൾ അവിടെ എത്തി ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തികയാതെ വരും, കൂടുതൽ ഫയർ യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ നിലവിൽ അധികൃതർ? തീർച്ചയായിട്ടും കുറെ കൂടെ യൂണിറ്റ് എത്തേണ്ടതുണ്ട്. നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഊർജിതമായ പ്രവർത്തനം തീ അടക്കാൻ വേണ്ടിയിട്ട് നടത്തുമെന്നുള്ളത്. ഏറ്റവും ഒടുവിലാണ് എയർപോർട്ടിൽ നിന്നടക്കം യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വെള്ളിമാട് കുന്ന് ബീച്ച് ഈ 2 ഭാഗങ്ങളിലുള്ള ഫയർ സ്റ്റേഷൻ യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിലെത്തിയത്. ഒരു പക്ഷേ ഇനിയുള്ള മണിക്കൂറിലും ഈ തീ കെടുത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയിട്ട് മാത്രമേ തീ അടക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് വസ്തുത. കാരണം തീ അണയ്ക്കുന്നു, പുക ഉയരുന്നു, വീണ്ടും തീ ആളിക്കത്തുന്ന സ്ഥിതിവിശേഷം അതാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇവിടെ ഇപ്പോൾ വലിയ വടം കെട്ടിക്കൊണ്ട് ആളുകളെല്ലാം അങ്ങോട്ടേക്ക് അതിനടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് വടം കെട്ടി ആളുകളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ സമയം തന്നെ ഈ ഉയർന്ന സമയത്ത് തന്നെ ബസ്സുകളെല്ലാം മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. കടകളെല്ലാം പൂർണ്ണമായി അടക്കുകയും ചെയ്തു. സ്റ്റാൻഡിൽ ഇപ്പോൾ 1, 2 അത്യാവശ്യ കടകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. പക്ഷേ തീ ആളുമ്പോൾ അത് വലിയ ആശങ്ക തന്നെയായി തുടരുന്നു. കാരണം ഈ ആളാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിൽ വസ്ത്രാലയമുണ്ടാവും, ഇതിനകത്ത് തുണിത്തരങ്ങളുണ്ട്. ഈ തുണിയിലേക്കെല്ലാം തീ പടരുമ്പോൾ അത് വലിയ രീതിയിൽ ആളിക്കത്തുന്നു എന്നതാണ് അതൊരു പ്രതിസന്ധിയായി തുടരുന്നത്. എന്തായാലും തീ അണക്കാനുള്ള ശ്രമം തുടരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു രീതിയിലും പമ്പ് ചെയ്യുന്നില്ല. കാരണം ഈ ഫയർഫോഴ്സ് യൂണിറ്റിലെ വാഹനങ്ങളിലെല്ലാം വെള്ളം തീർന്നിരിക്കുന്നു. ഇനി അത് പുറത്തു പോയി വീണ്ടും വെള്ളം നിറച്ച് അതല്ലെങ്കിൽ അടുത്ത യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തണം. എന്നാൽ മാത്രമേ ഇനിയും പമ്പിംഗ് നടക്കുകയുള്ളൂ. ആ ഒരു പ്രതിസന്ധി അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. എന്തായാലും തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ ടെക്സ്റ്റൈൽസിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് വലിയ രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലം കൂടെയാണ്. ഓരോ കടകളിലും വലിയ രീതിയിൽ ആളുകൾ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇതിൽ എൻട്രൻസ് കോച്ചിങ്ങിന്റെ സെന്റർ അടക്കം ഒരുപക്ഷെ വിദ്യാർത്ഥികളടക്കം ഇത് ഞായറാഴ്ചയാണ്. പലപ്പോഴും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ എത്താറുള്ളത് ഞായറാഴ്ചയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്ന ഒരു
കെട്ടിടമാണ്. ആദ്യഘട്ടത്തിൽ പുക ഉയരുന്ന വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. ആദ്യഘട്ടത്തിൽ ഈ പുക ഉയരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ആളുകളെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.